ഒരുത്തി പ്രസവിക്കാൻ പോകുന്നതിന് മുന്നേ ഉള്ള മന്തി തീറ്റയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞാലുടനെ കാജലിൻ്റെ പ്രസവമായിരിക്കും. നമ്മൾ എല്ലാം പാക്ക് ചെയ്ത് നമ്മൾ ഇറങ്ങിയാണ്. സിനിമ നടിയെ കണ്ടത് ഇന്നത്തെ താരം തുള്ളിച്ചാടി പോണ് എന്തോ എന്തോ കാജലിനെ ട്യൂബിട്ട് കിടത്തേക്കാണ്. യൂട്രസ് വികസിക്കാനുള്ള ട്യൂബിട്ട് കിടത്തേക്കാണ്. അത് ഇച്ചിരി നല്ല പെയിൻഫുള്ളായിരുന്നു ഗൈസ്. ഫുഡ് കഴിക്കണം. ഒരാളെ കുത്തി ശരിയായില്ല, അഴിച്ചുകൊണ്ട് പോയി. ഇനി അവരൊന്നും കൂടെ കുത്തുമെന്ന് പറഞ്ഞു. 9 മണിയാകുമ്പോൾ ലേബർ റൂമിൽ പോകണം. അപ്പം ലേബർ റൂമിൽ പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. 2 വശമൊക്കെ കെട്ടി ഓർണമെൻറ്റ്സ് ഒക്കെ അയച്ചിട്ട് ഇരിക്കാനായിട്ട് പറഞ്ഞു. അങ്ങനെ റെഡി ആയിട്ടിരിക്കുവാണ്. ഇടയ്ക്ക് നേഴ്സ് വന്നിട്ട് കയ്യിൽ കുത്തിയായിരുന്നു. പക്ഷേ സംഭവം ശരിയായില്ല. കയ്യിൽ നീര് വെച്ചു. പിന്നെ അവർ ഈ കയ്യിൽ കുത്തി, അതും ശരിയായില്ല. ഇനിയിപ്പോൾ ലേബർ റൂമിൽ പോകുമ്പോൾ അവരൊന്നും കൂടെ കുത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി അതെന്താവുമെന്നും ദൈവത്തിനറിയാം. ചെറിയ രീതിയിലൊരു പെയിനുണ്ട്. ബാക്കി ലേബർ റൂമിൽ പോയിട്ട് കാണാം. ഇപ്പം മണി രാത്രി 9:30 10 മണിയായിട്ടുണ്ട്. കാഞ്ചുണ്ട്, മാൾച്ചേച്ചിയുണ്ട്, നന്ദുണ്ണനുണ്ട്, എല്ലാവരും ഉണ്ട്. അമ്മയുണ്ട്. അമ്മ ഫോണും വിളിച്ച് പുറത്തോട്ട് പോയി. വേറൊന്നും കഴിക്കുന്നില്ല. പ്രഗ്നന്റ് ആയതിനു ശേഷം അത് കഴിക്കണ്ടെന്ന് പറഞ്ഞു. നേഴ്സ് വന്ന് കൊണ്ടുപോകാൻ പോയിട്ട് വരാം. ഇന്ന് ചൊറിച്ചിലില്ല. ഈ പെണ്ണിന് ഇത് വയ്യേ. ഇത് എത്തിയാണ്. ഇത് പുതിയ പ്രസവിക്കാൻ പോണ അമ്മ ഞാൻ കട്ട് ചെയ്യും. കൊച്ചുമായിട്ട് കാണും. ഞാനാണ് കാജലിന്റെ പ്രസവം എടുക്കുന്നത്. കാണുന്നതാണ് കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ്. ഇവിടെ ആയിരിക്കും കുഞ്ഞ് വരുന്നത്. ഭയങ്കര കംഫർട്ടബിൾ ആണ്. നഴ്സുമാരൊക്കെ ആണെങ്കിലും ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഭയങ്കര വേദനയാണ്. ഞാൻ തന്നെ കൂടുതലെടുത്തു. 1 മണി വരെ ഇങ്ങനെ കിടക്കണം. വാട്ടർ ബ്രേക്ക് ചെയ്ത് ഇനി ഡെയിലിയായിട്ട് ആകുന്നുണ്ട്. അവരിപ്പോൾ ചെയ്തിട്ട് 4 സെൻറ്റിമീറ്റർ ആകുന്നു. ആദ്യം 2 ഉണ്ടായിരുന്നു. ഇപ്പം 4 ആയി. കൂടി വെട്ടാൻ
ഇന്ന് അവർ രാവിലെ 5 മണിക്ക് എരിമ കഴിച്ചു. എല്ലാം പോയി. ഇനി വെള്ളം മാത്രമേ തരത്തുള്ളൂ പറഞ്ഞായിരുന്നു. എനിക്ക് ഇന്നലെ രാത്രി മരുന്ന് തന്നു തുടങ്ങിയായിരുന്നു. ഇന്നലെ രാത്രി ഒരു പേരുണ്ടായിരുന്നു. 11 മണിയായി. 11 മണി. 1 മണിയാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഒന്നും കേൾക്കാൻ പറ്റത്തില്ലായിരിക്കും, നിന്റെ സൗണ്ട് ഭയങ്കര ഡാണാണ്. പോവാം. എല്ലാവർക്കും കയറാവോ? 3.04 kg. 3.04. ഒന്ന് 19 ബർത്ത്ഡേ. അയ്യോ മോളെ. ഹലോ ഇന്നത്തേക്ക് ബേബി NIC-യിലേക്ക് മോളില്. നാളെ അമ്മയുടെ ഷിഫ്റ്റ് ചെയ്യും. എവിടെയാ? കാജൽ ഗൈനിക്. ബാക്ക് ആഫ്റ്റർ ഡെലിവറി ചായയും ബണ്ണും. ഓ അത് മിണ്ടായിട്ട് ഇവിടെ വ്ളോഗ് എടുക്കുന്നുണ്ടില്ലേ? എന്തോന്ന് ഇതൊക്കെ വേണ്ട. ഈ സെഷനായിരുന്നു, അതുകൊണ്ട് എല്ലാവരും പറഞ്ഞു അനങ്ങി ഇരിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. 2 ദിവസം വേണം മാറുമെന്നൊക്കെ. ഇപ്പോൾ ഒന്ന് ഉറങ്ങി. അവർ മറ്റേ ഫീഡിങ് ഫോർമുല കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ അത് കുടിച്ച് സുഖം ഉറക്കം. എന്നെ ഓൾറെഡി ഡിസ്ചാർജ് ചെയ്യാമെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ ബേബീനെ ഡിസ്ചാർജ് ചെയ്യത്തില്ല. കുറച്ച് ബിലിറൂബിൻ്റെ അളവ് കൂടുതലല്ല, പക്ഷേ എൻ്റെതും അവളുടേതും പോസിറ്റീവ് നെഗറ്റീവ് ബ്ലഡ് ഗ്രൂപ്പ് ആയതുകൊണ്ട് കൂടുതലാവാനുള്ള സാധ്യത ഉള്ളതുകൊണ്ട് NIC-യിൽ വെച്ചേക്കാണ്. അവളെ നാളെ ഡിസ്ചാർജ് ചെയ്യത്തുള്ളൂ. അപ്പം നമുക്ക് നാളെയാണ് ഡിസ്ചാർജ് വരുന്നത്. അടുത്ത് ബേബിയും കൂടെ ഇല്ലല്ലോ, അപ്പം ഞാനും അണ്ണനും അമ്മയും മാത്രമേ ഉള്ളൂ. കാറിന്റെ ചാവി കയ്യിലുണ്ടല്ലോ. കാറിന്റെ ചാവി കയ്യിലുണ്ടല്ലോ. പറഞ്ഞതേ